ഹരേ കൃഷ്ണ. പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രാധാന്യം കൂടുതലുള്ളത് പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവുമാണ്. പള്ളിവേട്ട ദിവസം ശ്രീ ഗുരുവായൂരപ്പന് വൈകുന്നേരം സ്വർണ്ണപ്പഴക്കാ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ദീപാരാധന. കൊല്ലത്തിൽ 2 ദിവസം മാത്രമേ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ പുറത്ത് ദീപാരാധന നടത്തുകയുള്ളൂ. അപ്പം അത് പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവുമാണ്. ഇതിനുള്ള ഒരു ഭാഗ്യം കീഴ്ശാന്തി നമ്പൂതിരിമാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പള്ളിവേട്ട ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നിലവിളക്കും നിറപറയും ചൊരിഞ്ഞ് ഭഗവാനെ സ്വീകരിക്കുന്നു. അത് ഒരു 9 മണി 9:30 മണി വരെ ആ എഴുന്നള്ളിപ്പുണ്ടാവും. ശേഷമാണ് പള്ളിവേട്ട ചടങ്ങ് നടക്കുന്നത്. പള്ളിവേട്ട ചടങ്ങ് നടന്നതിന് ശേഷം ഭക്തന്മാർ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. അതെല്ലാം ഒരു പ്രാർത്ഥന മാതിരിയാണ് ഭക്തന്മാർ നടത്തുന്നത്. ഈ പള്ളി നായാട്ട് ആ പക്ഷി വേഷം കെട്ടിയ എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ 7 പ്രദക്ഷിണം വെച്ച് ഒരു പന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്നു. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനകത്തേക്ക് പോകുന്നു. പള്ളി ഉറങ്ങുന്നു. ഹരേ ഗുരുവായൂരപ്പ.